ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പുതിയ കാറിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീമ ഇതാ നമ്മുടെ പുതിയ കാർ റെനോ ഡസ്റ്റർ. അതെ, റെനോ ഡസ്റ്റർ ആണ് നമ്മുടെ പുതിയ കാർ. അപ്പോൾ കാറിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു നമുക്ക് ഒരു കാര്യം പറയാനുണ്ടല്ലേ. അതെ, നമ്മുടെ ഈ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ട പ്രൊമോ വീഡിയോ ഇല്ലേ, അത് ചെയ്തത് നമ്മുടെ സ്റ്റാലിൻ ബ്രോ ആണ്. അതെ, വീണ്ടും നമ്മുടെ സ്റ്റാലിൻ ബ്രോ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം. അത് സ്റ്റാലിൻ ബ്രോയോട് വേണ്ട നേരിട്ട് തന്നെ പറഞ്ഞേക്കേട്ടാ. സ്റ്റാലിൻ ബ്രോൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എന്തായാലും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാം അല്ലേ. ഇനി നമ്മുടെ കാറിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് കുറച്ച് ഫ്ലാഷ് ബാക്ക് അത് പറയേണ്ടി വരും. കാരണം നമ്മുടെ വേറെതിന് മുമ്പ് ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഇയോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയോൺ നമ്മുടെ വീട്ടിലെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്യാവശ്യം എല്ലാവരും അപ്പച്ചനും അമ്മച്ചീനെയും നമ്മളെയും അനിയനെയും പിന്നെ ജോഹൂനെ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ജോഹൂനെ കൂട്ടി 6 പേരാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഈ 6 പേര് ഇയോണിൽ പോണ അവസ്ഥ, എല്ലാവരും നല്ല സൈസ് ആൾക്കാരൊക്കെ ആയതുകൊണ്ടിട്ട് ഇയോണിൽ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും അതെ, ഇപ്പൊ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ നേരത്ത് ഇതിന്റെ ടയർ വന്നിട്ട് മേളിൽ ഇങ്ങനെ ഇടിച്ചിട്ടിരിക്കും. അത് ഏത് ഞാൻ പറഞ്ഞു, നമ്മുടെ പുഴക്കരയിൽ റെസ്റ്റോറൻറ്റ് പോയിട്ടൊരു വീഡിയോ ചെയ്ത ദിവസം, അതാണ് അവസാനമായിട്ട് നമ്മൾ എല്ലാവരും കൂടി ആ കാറിൽ പോയ ദിവസം. റോട്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും നോക്കുമായിരുന്നു. കാരണം ഇരുന്നിട്ടുണ്ടല്ലോ ടയറൊക്കെ ആർച്ചിൽ വന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു വണ്ടി ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ട്രാവലിംഗ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല നിങ്ങളെ. അപ്പൊ അതിന് നല്ലൊരു വണ്ടി നമുക്ക് അത്യാവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫാമിലിയായിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വണ്ടി നമുക്ക് നല്ലോണം അത്യാവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡസ്റ്ററിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇയോണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഡസ്റ്ററിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 1,95,000 രൂപ നമുക്ക് നല്ല റേറ്റ് ആണ് ഇയോണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ EMI ആയിട്ട് ഇടുക ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാല്, ഇത് കണ്ടു കഴിയുമ്പോൾ ആരും ദൈവത്തെ ഓർത്ത് നമ്മുടെ ക്യാമറ വിഷയമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. നമ്മള് ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒത്തെടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ വണ്ടി. മറ്റേ ക്യാമറ വിഷയം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാത്രം എടുത്തൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് അതായി പോയത്. ഇത് നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും അത്യാവശ്യമായിരുന്നു ഇങ്ങനൊരു കാര്യം. അപ്പോൾ ഇത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ടായിരുന്നു ഈ ഒരു വീഡിയോ നമ്മൾ ഇടണോ വേണ്ടേന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഇതാണ്, ആരും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത് കേട്ടോ. ഇതാണ് കാര്യം. നമുക്ക് ഫാമിലി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് എടുത്തുകൊണ്ട് ഇത് നല്ലൊരു കാര്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള ഇങ്ങനെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡസ്റ്റർ ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് കേട്ടോ. അതെ, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാൻ ലൈഫ് പോലുള്ള സംഭവം ചിലപ്പോ ഞങ്ങള് വാൻ ലൈഫിലേക്ക് ഇറങ്ങി കൂടാ എന്നില്ല. അതെ, അപ്പൊ വേറെ നമ്മുടെ ഡസ്റ്ററിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ സ്പേസും അതുപോലെ തന്നെ ഇതിന്റെ യാത്രാസുഖമാണ് മെയിനായിട്ട് പറയേണ്ടത്. യാത്രാസുഖം കിട്ടില്ലാണ്. നമുക്ക് എത്ര ലോങ് റൈഡ് വേണമെങ്കിലും ഇതിൽ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് കംഫർട്ടായിരിക്കും, നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവില്ല. എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് പോകാം. അത്രയ്ക്ക് യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സ്പേസും അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം അതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 475 ലിറ്റർ അത്ര സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഒരു ഫാമിലിയോടൊക്കെ പോകാൻ നേരത്താണെങ്കിലും നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അതെ, അത് മെയിൻ നമ്മൾ ഈ ഡസ്റ്റർ എടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എടുത്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്പേസ് ആണ്. നമ്മൾ വേറെ നമ്മൾ കമ്പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെട്ട നോക്കിയായിരുന്നു. അതെ അതെ, ക്രെട്ട. പിന്നെ വേറെ ഇതിൻ്റെ റേഞ്ചിൽ വരുന്നതെന്ന് വെച്ചാൽ നെക്സോൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രെട്ട അല്ലെങ്കിൽ ഡസ്റ്റർ അപ്പോൾ നോക്കിയാൽ ക്രെട്ടയിൽ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ റോയിൽ വരാനത്ത് കുറച്ച് സ്പേസ് കുറവായിട്ട് തോന്നി. അങ്ങനെ ഇരുന്നൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര 3 പേര് ഇരിക്കാനത്ത് ഭയങ്കര ജോഹൂര് ഇപ്പം മടിയിലിരുത്തിയാൽ കൂടെ നമുക്ക് എങ്ങനെ 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം.
അപ്പൊ പുറകിലൊരു 3 പേര് ഇരിക്കുക തന്നെ വേണം നന്നായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി ഒരു തിക്കല വന്ന് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു 15 രൂപ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 15 രൂപയിൽ നമുക്ക് പിന്നെ ടർബോ എഞ്ചിൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടിയുടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റെഡ്, അത് ടർബോന്റെ ഒരു സംഭവമായിട്ട് കാണിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഈ 15 രൂപക്ക് നമുക്ക് ടർബോ എഞ്ചിനും ഓട്ടോമാറ്റിക്കും കിട്ടി. പക്ഷേ നമുക്ക് ആ ഹുണ്ടായുടെ ഇതിൽ കറക്റ്റായാൽ ഈ സംഭവങ്ങൾ വരണമെങ്കിൽ എന്തായാലും ഒരു 20 ലക്ഷം ആ റേഞ്ചിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അത്ര ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അതിൽ കിട്ടും എന്നുള്ളത് കൊണ്ടും നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്തു. അതെ. പിന്നെ ഇതിന്റെ വേറെ സ്പെസിഫിക്കേഷൻസ് പറയാനാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരു ബ്രോൺസ് ഒരു ഷെയ്ഡാണ്, ഒരു മിലിറ്ററി ഗ്രീൻ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമോ. ഒരു ഔട്ട്ബ്രേക്ക് ബ്രോൺസ് അങ്ങനെയാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത്, ഔട്ട്ബ്രേക്ക് ബ്രോൺസ്. അപ്പൊ ഈ ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ സംഭവം നമ്മൾക്ക് ഇഷ്ടമായി, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിനായിട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കി. പിന്നെ സസ്പെൻഷൻ, നല്ല സസ്പെൻഷനാണ്. യാത്ര നമുക്ക് ക്ഷീണമൊന്നും നമുക്ക് അങ്ങനെ അധികം ഫീൽ ചെയ്യത്തൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോഴേക്കും. അതൊക്കെയാണ്. പിന്നെ വേറെ നമുക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ അങ്ങ് ഒന്നും അല്ല ഇതിന് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ സത്യത്തിൽ ഈ ഒരു വീഡിയോയിൽ കൂടെ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ വണ്ടി എടുത്തതിൽ. കാരണം ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സുഖം ഇത് ഓടിക്കാനായിട്ട്. എനിക്ക് ഇയോണും ഞാനും കൂടെ അത്ര ചേരില്ലായിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ വലിയ ആവേശത്തിന് ഞാൻ വണ്ടി കൊണ്ട് എടുത്തിട്ട് ഒന്നും പറ്റില്ലല്ലോ അല്ലേ ജീവ. അതിൻ്റെ എന്താ പറ്റിയത്, ബാക്ക് അടിച്ച് തകർത്തായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇയോണും കൂടെ അങ്ങോട്ട് സെറ്റ് ആവണ്ടായിരുന്നില്ല. അപ്പോൾ ഡസ്റ്ററായിട്ട് ഞാൻ സെറ്റായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെ വേറൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് പ്രീ കൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല ചൂടിന്റെ സമയമാണല്ലേ, അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും നല്ല വെയിലത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും വണ്ടിയുടെ തൊട്ട് കയറാൻ പറ്റത്തില്ല. മിക്ക വണ്ടിക്ക് അതാ പ്രശ്നം. പക്ഷെ ഇതിന് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലേ ജീമ, പ്രീ കൂൾ ചെയ്തില്ല. അപ്പൊ നമുക്ക് അത്ര കയറാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ. പിന്നെ വേറെ ഇച്ചിരി അടിപൊളി ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇതെന്ന് വെച്ചാൽ 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോ ഇത് നമ്മുടെ ബെൻസ്, നിസാൻ, പിന്നെ നമ്മുടെ റെനോ, അതെ, ഇതൊക്കെ കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇതെന്ന് വെച്ചാല് നല്ല ഫ്ലോ ആണ് വണ്ടി ഓടിക്കാനായിട്ട് അല്ലേ ജീവ. അതായത് CVT ട്രാൻസിഷൻ ആണ്, 7 സ്റ്റെപ്പ് ട്രാൻസിഷൻ ആണ്. അതെ, അങ്ങനെയുള്ള അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതേ ഫീച്ചേഴ്സ്, നല്ല ഫീച്ചേഴ്സ് പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ സംഭവം ഭയങ്കര താന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി അത് ഹൈറ്റിൽ പൊങ്ങിയിരുന്ന വെച്ചെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ. പിന്നെ മൊബൈൽ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കുറവാണ്. അതെ, ഒരു മൊബൈൽ വെക്കാനുള്ള സംഭവം അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇതിലില്ല. പിന്നെ വേറെന്താണ്, ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പോരായ്മയായിട്ട് പോകുന്നത്. ഫ്രണ്ടില് ഈ ഒരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അത് ചെറിയ നമുക്ക് ചായ കുടിക്കാൻ പറ്റുന്ന കുഞ്ഞു കപ്പില്ല, അതൊക്കെ അത്രയ്ക്ക് വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും അനാവശ്യമായിട്ട് തോന്നി. അതിന് പകരം വരെ മൊബൈൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്കൊക്കെ. അപ്പൊ അതിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് ഇത്തിരി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര സുഖവും അതുപോലെ തന്നെ സ്പേസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറവുകൾ ഉണ്ടായിട്ട് കൂടി നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ഉറപ്പായിട്ടും പറയാം കേട്ടോ, അല്ലേ ജീമ? വണ്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും bye. See you. Take care. Take care. Stay safe. Stay safe.